നമുക്ക് ഇന്ന് ടേസ്റ്റിയായ ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഉള്ളി ചിക്കനോ ചിക്കൻ കൊണ്ടാട്ടം എന്നൊക്കെ പറയാം. ഇതിൽ യാതൊരു പൊടികളും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, കരിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക്, പിന്നെ കുറച്ച് ഉപ്പ്. ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല. അപ്പോൾ എടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഞാൻ കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 3-4 കഷ്ണാക്കി മുറിച്ചിട്ടുണ്ട്. അത് 1-2 പീസാക്കിയിട്ടേ മുറിച്ചിട്ടുള്ളൂ, ചെറുത്. അതേപോലെ തന്നെ വെളുത്തുള്ളിയും മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയുള്ളിയും ചെറിയുള്ളി അത്യാവശ്യം നല്ലപോലെ തന്നെ എടുക്കാം കേട്ടോ. ചെറിയുള്ളി എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റാണ്. അതുപോലെ എരിവ് അത്യാവശ്യം വേണം, അതുകൊണ്ട് തന്നെ മുളകും അത്യാവശ്യം എടുക്കണം. പിന്നെ ഞാനിവിടെ കുറച്ച് കളറും കിട്ടാനും കുറച്ച് ഭംഗിക്കും വേണ്ടി കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളകിന് അത്യാവശ്യം എരിവ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണക്കമുളകും ഞാൻ 2-3 പീസാക്കി മുറിച്ചിട്ടുണ്ട്. ആ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറ് ഈ മുളകിൻ്റെ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ പൊടികളൊന്നും അതിൽ ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഈ മുളകിൻ്റെ കളർ അതിലേക്ക് പിടിക്കണം. പിന്നെ അത്യാവശ്യം എരിവും വേണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഉണക്കമുളക് കാശ്മീരി ചില്ലി എടുക്കാൻ കാരണം കുറച്ചും കൂടി ഒരു കളർ പിടിച്ചോട്ടെ വിചാരിച്ചിട്ടാണ്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകായിരുന്നു കേട്ടോ, കാശ്മീരി മുളക്. എന്നിട്ട് ഞാൻ അതിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. എണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് വരണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഞാനതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളത് കേട്ടോ. ചിക്കൻ എത്രത്തോളം ചെറിയ പീസാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറിയ പീസാക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എണ്ണയിൽ കിടന്ന് ഈ ഉള്ളിയൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്നതിന് ശേഷം വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് വെച്ച് വേകുന്നുണ്ട്. അടച്ച് വെച്ച് വേകുന്ന എണ്ണയിൽ കിടന്നൊന്നും മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്, അടച്ച് വെക്കണമെന്നില്ല. അതാണ്ട് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് മാക്സിമം ചെറുതാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ചെറുതാക്കാൻ പറഞ്ഞിട്ട് അവർ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. ഞാൻ കുറേ ദിവസമായി ചിക്കൻ കൊണ്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ അതും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ്. അപ്പോൾ ഞാൻ ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഉള്ളിയും മുളകും ഉപ്പും ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും ആവട്ടെ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ ഇതിലെ എരിവും ആ ഉള്ളിയുടെ ടേസ്റ്റും വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെയും മുളകിൻ്റെയും ആ എരിവും എല്ലാം ആ ചിക്കനിലേക്കൊന്ന് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും അതായി വരണം. ചായരും ഉപ്പും ഒക്കെ ആയി വരണം കേട്ടോ. പിന്നെ ഞാൻ ഒരു വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയ വെളുത്തുള്ളി മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ ചിക്കനായിരുന്നു. ഞാൻ നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നെ എന്തായി നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നല്ലോണം അതൊന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി തടച്ച് വയ്ക്കാം. ഈ വെള്ളം വറ്റി വരണം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് വേവുകയും ചെയ്യണം. അതുപോലെ വെള്ളം വറ്റി കൊണ്ടാട്ടം തന്നെ ആവണത്. അപ്പോൾ ഞാനതൊന്ന് വെന്ത് വരാൻ വേണ്ടി ചെറിയ തീയിൽ തന്നെ ആയിട്ട് ഒന്നുകൂടി അടച്ച് വയ്ക്കുന്നുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ വറ്റി കൊണ്ടാട്ടമായി മാറിയിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം ടേസ്റ്റിയാണ് കേട്ടോ. ആ ഉള്ളിയുടെ ടേസ്റ്റും ഉപ്പും മുളകും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും ഉപ്പും മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ആ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ അതിലൊക്കെ മുളകിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം. താങ്ക് യു.